ഇതുപോലെ ഞാൻ എന്നോട് സിദ്ദിഖൊക്കെ ധ്യാനിന്റെ ഒരു കഥ പറഞ്ഞു. അതായത് ധ്യാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതൊക്കെ ഉള്ള കഥയാണോ എന്തോ, ഇതൊക്കെ കേട്ടിട്ടുള്ള കഥകളാണ്. പക്ഷെ സിദ്ദിഖൊക്കെ പറഞ്ഞതുകൊണ്ട് നീ വിശ്വാസക്കുറവൊന്നുമില്ല. അതായത് ധ്യാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ധ്യാനിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അന്നേ വലിയ പുള്ളിയാണല്ലേ, ആ സമയം തൊട്ടേ പ്രേമവും ഉടച്ചക്കുറവൊക്കെ ഉണ്ടല്ലേ, ഉണ്ടാവുമായിരിക്കും. അപ്പൊ ധ്യാനിന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ധ്യാനും അച്ഛനും അമ്മയും വിനീതേട്ടനും കൂടെ ഒരു റെസ്റ്റോറന്റില് ഒരു ഡോക്ടർ ഫാമിലിയും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ശ്രീനിവാസൻ സാറ് സ്വാഭാവികമായിട്ടും അച്ഛനാണല്ലോ, അച്ഛൻ ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ ധ്യാൻ കല്യാണം കഴിക്കാൻ പോവാ, അവനിപ്പോ ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദിഖിക്ക് അറിയാം, സ്വാഭാവികമായിട്ട് ഒരു 4ാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അച്ഛൻ ഇതൊക്കെ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ച് നാണാവുമല്ലേ ചെയ്യാ. ഉടൻ ധ്യാൻ എന്താ മറുപടി പറഞ്ഞാന്നറിയോ, ഡോക്ടറെങ്കിലും തലേ ദിവസമേ എത്തണം കേട്ടോ എന്ന്. ഇതൊക്കെ ഉള്ളതാണോ ധ്യാനെ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഇങ്ങനെ ഇത്രയും സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? ആ കാലത്ത് ഞാൻ ഇപ്പോഴങ്ങനെയൊന്നും പറയാറില്ലേ? ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഡീസന്റ് ആവാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്.